തൊഴിലുറപ്പ് പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിക്കുകയും തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിക്കുകയും വേണമെന്ന് BMS ജില്ലാ പ്രസിഡന്റ് സലിം തെന്നിലാപുരം ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ തൊഴിലുറപ്പ് മസ്ദൂർ സംഘം BMS ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരവർക്ക് സർക്കാർ ജീവനക്കാരാക്കിയത്? ഈ അങ്ങാടി വൃത്തിയാക്കുന്ന ആളുകളിൽ നിന്ന് സാധാരണ ആളുകൾ കണ്ടാൽ പുച്ഛിച്ചിരുന്ന അവര് പെൻഷൻ വാങ്ങുന്ന, സർക്കാരിന്റെ എല്ലാ ആനുകൂല്യങ്ങളും വാങ്ങുന്ന സ്ഥിരം ജീവനക്കാരാക്കി മാറ്റിയത് ആരാ? BMS ആണ്. BMS അതിന്റെ പിന്നിൽ നിന്ന് പ്രവർത്തിച്ച് ശക്തമായി ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ എത്ര 78 പേരെ സ്ഥിരപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ സംഘടനയുടെ വിജയമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് പാലക്കാട് ജില്ലയിൽ ഈ പറയുന്ന 88 പഞ്ചായത്ത് 7 മുനിസിപ്പാലിറ്റിയിലും ശക്തമായിട്ട് നമുക്ക് ഇടപെടാൻ സാധിക്കും. നമ്മുടെ അവകാശങ്ങൾ മുഴുവൻ നമുക്ക് നേടിയെടുക്കാൻ വയ്ക്കും. അതിനുള്ള സംഘടനാ ബലം നമ്മൾ ഓരോ സ്ഥലത്തും പുതിയ ആളുകളെ മെമ്പർഷിപ്പ് ഫോം നമ്മൾ ഇവിടുന്ന് വാങ്ങിക്കൊണ്ടുപോയി പുതിയ ആളുകളെ ചേർത്ത് നമ്മുടെ ശക്തി കൂട്ടണം. സമരം നടത്തണമെങ്കിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് നമ്മൾ സമരം നടത്തണമെങ്കിൽ 10,000-കണക്കിന് സ്ത്രീകളെ സംഘടിപ്പിച്ചിട്ട് പാലക്കാട് കളക്ടറേറ്റിലേക്ക് സമരം നടത്താൻ നമ്മൾ തയ്യാറാവണം. അതിന് നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒപ്പം ശക്തമായിട്ട് പ്രവർത്തിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നഗരപ്രദേശങ്ങളിൽ നടപ്പിലാക്കുന്ന അയ്യൻകാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ജീവൻ സുരക്ഷാ ഉപകരണങ്ങൾ നൽകുന്നതിൽ മുനിസിപ്പാലിറ്റികൾ വീഴ്ച വരുത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. നഗരങ്ങളിലെ മാലിന്യ നിർമ്മാർജ്ജനം ഉൾപ്പെടെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഗുരുതരമായ സാംക്രമിക രോഗങ്ങളും മറ്റും ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സുരക്ഷാ ഉപകരണങ്ങൾ നൽകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യൂണിയൻ പ്രസിഡന്റ് കെ സുധാകരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജനറൽ സെക്രട്ടറി വി ശിവദാസ്, BMS ജില്ലാ വൈസ് പ്രസിഡന്റ് VK സുജാത എന്നിവർ പ്രസംഗിച്ചു. BMS ജില്ലാ വൈസ് പ്രസിഡന്റ് M ഗിരീഷ് കുമാർ സമാപന പ്രസംഗം നടത്തി. കെ സുധാകരൻ പ്രസിഡന്റായും വി ശിവദാസ് ജനറൽ സെക്രട്ടറിയായും T കുമരേശൻ ട്രഷററായും തിരഞ്ഞെടുക്കപ്പെട്ടു. UTV ന്യൂസ്, പാലക്കാട്.